ഇനി ആർക്കും പേടി വേണ്ട, എല്ലാവരുടെയും പേടി ഞാൻ ഈ വീഡിയോയിലൂടെ മാറ്റി തരുന്നുണ്ട്. എന്താണ് പേടി എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഒരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ എന്തായാലും അവരുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. നല്ലൊരു വാഹനം കിട്ടുമോ, എടുത്ത വാഹനങ്ങൾക്ക് പണി കിട്ടുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ പേടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എത്തുന്നത്. കാര്യം മറ്റൊന്നല്ല, നല്ല ക്വാളിറ്റി വാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇങ്ങനെ എടുത്തു പറയാൻ കാരണം, അതായത് പേടിയില്ലാതെ എടുക്കാമെന്ന് പറയാൻ കാരണം ഇവരുടെ വാഹനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന വാറന്റി, അതിനൊക്കെ പുറമെ ഇവരുടെ സർവീസ്. വാഹനങ്ങൾ വിറ്റ് പുറത്തു പോയാലും ഇവരുടെ സർവീസും കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറിന് ഇതിനേക്കാൾ വലിയൊരു അവസരം അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഷോറൂം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയും നല്ല ഷോറൂമാണ്. ഈ ഒരു ഷോറൂം വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇവർക്ക് അങ്ങനെ പുറമേ ഒരു പ്രൊമോഷന്റെ ആവശ്യം വരുന്നില്ല. എടുത്ത കസ്റ്റമർ അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ അവരെ അറിയുന്നവർക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റോഡ് സൈഡാണ്, ആളുകൾ അങ്ങനെയും കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പ്രൊമോഷൻ വീഡിയോസിന്റെ ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, ഇത്രയും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂം നമ്മുടെ തൃശ്ശൂർ ഉണ്ടായിട്ട് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അത് ഈ ചാനലിൽ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. മെയ് മാസം ഒരുപാട് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പരമാവധി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഷോറൂമിന്റെ പേര് ഓട്ടോ ലെഗസി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവർ വരിക. പ്രോപ്പർ ലൊക്കേഷൻ തൃശ്ശൂരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തെ സ്റ്റോക്കുകളെല്ലാം പരിചയപ്പെടുത്തിയിരുന്നത് ഷോറൂമിന്റെ മാനേജർ ആയിട്ടുള്ള സതീഷ് ചേട്ടനാണ്. ചേട്ടാ നമുക്കേ ഈ ഒരു മെയ് മാസം ഒരുപാട് നല്ല വണ്ടികൾ കയറിയിട്ടില്ലേ? എല്ലാ വണ്ടികളൊന്നും പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഷോറൂമിലേക്ക് വരണമെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? തൃശ്ശൂര് ടൗണിൽ തന്നെ വെസ്റ്റ് ഫോർട്ടില് ശങ്കരയ്യ റോഡ്. മെയിൻ റോഡില്ല, ഈ റോഡിന്റെ പേര് ശങ്കരയ്യ റോഡ് എന്നാണ്. യമഹയുടെ ഷോറൂമിന്റെ തൊട്ട് മുന്നുള്ളത്. KSRTC ഒക്കെ വന്നാലും KSRTC 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ i20. നല്ല പെർഫോമൻസ്, സേഫ്റ്റി, ലുക്കും, കാര്യം, കംഫർട്ട് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് i20യുടെ. ഇത് 2019 മോഡല് i20 മാഗ്ന പ്ലസ് ആണ്. ഇത് ഓടിയിട്ടുള്ളത് 70,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണോ? ഹിസ്റ്ററി എല്ലാം വെരിഫൈഡ് ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് മാഗ്ന പ്ലസിൽ വരുന്നുണ്ട്. കൺട്രോൾസ്, ABS, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ₹1 പോലും നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചെയ്യേണ്ട, എടുത്ത് ഉപയോഗിച്ച് മാത്രം മതി അല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ്, ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വിത്ത് വാറന്റിയോട് കൂടിയിട്ട് 4,95,000 രൂപ. 4,95,000 രൂപ ഒരു വർഷത്തെ വാറന്റി. അപ്പോൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കേട്ടിട്ടുള്ളത്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ടാറ്റ പഞ്ചിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2022 മോഡൽ ടാറ്റ പഞ്ച് അക്കംപ്ലിഷ്ഡ് IMT ആണ്. ഓക്കെ. ഇത് ഈ വണ്ടി ഓടിയിട്ടുള്ളത് വെറും 9,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ വണ്ടി. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ല. മീറ്റർ തിരിക്കാൻ മറിക്കാനുള്ള പരിപാടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഒരു കസ്റ്റമർ വണ്ടി എടുത്തിട്ട് മീറ്റർ തിരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ പൈസ റിട്ടേൺ കൊടുക്കും. അത്രയും ഉറപ്പിലാണ് വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യം മാറ്റി ഷോറൂമിലേക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരാമെന്ന് ഞാൻ എടുത്തു പറയാനുള്ള മറ്റൊരു കാരണം. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി കൊടുക്കാൻ പറ്റും. ഒരു പുതിയ ഒരു ടാറ്റ പഞ്ച് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പുതിയത് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ലാഭമാണ് ഈ ഒരു വാഹനം എടുക്കുന്നത് അല്ലേ? പുതിയത് പോലത്തെ ഒരു വണ്ടി, ഷോറൂം കണ്ടീഷൻ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,35,000 രൂപ. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ വെർണ അല്ലേ? നല്ലൊരു വാഹന സ്റ്റോക്ക്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു റയർ പീസാണ്. അതായത് സെഡാനിലെ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികൾ വളരെ കുറവാണ്. അങ്ങനെ ഈ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡല് EX എന്നുള്ള വേരിയന്റിലുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വെഹിക്കിള്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. ഇത് 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. EX എന്നുള്ള വേരിയന്റ് ആണ്. EX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷന്റെ താഴെയായിട്ട് വരും. ഒരു മിഡ് വേരിയന്റ് ആയിട്ട് വരും. പക്ഷെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ക്രൂയിസ് കൺട്രോള്, അങ്ങനെയുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്, അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. പക്ക കണ്ടീഷനുള്ള സിംഗിൾ ഓണർ വെഹിക്കിൾ. പക്ക കണ്ടീഷൻ, ഉള്ളും പുറം നീറ്റ് ആൻഡ് ക്ലീൻ. എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടയർ കണ്ടീഷൻ ആണ്. സീറ്റ് കവേഴ്സിൽ ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 8,45,000 രൂപ. 8,45,000 ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം വ്യത്യാസം കച്ചവടം നടക്കാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഫൈനലിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രൈസിൽ ചെറിയ മാറ്റം വരുത്തല്ലേ? ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും ചെയ്യാം. 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പില് നിൽക്കുന്ന കിയ സോണറ്റ് HTK പ്ലസ് ആണ്.
HDK പ്ലസ് ആണ്. പ്ലസ് ആണ്. ഇതിന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇതിനെല്ലാതും ക്ലിയർ ആണ്. അണ്ടർ വാറണ്ടി ആണ്. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്നത് 8,65,000 രൂപ. ഈ ഒരു വാഹനം സോണറ്റിന് പുതിയതൊക്കെ എടുക്കുമ്പോൾ എത്ര പ്രൈസ് വരുന്നത്? ഇത് ഏകദേശം ഒരു 11.5 ലക്ഷത്തിന്റെ അടിയിലായിട്ട് വരും. അത് വരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മാറ്റമുണ്ട് ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ. പുതിയതിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു യൂസ്ഡ് നല്ല വാഹനം നോക്കിയെടുക്കുന്നത്. ലൈക്ക് ന്യൂ പുതിയ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു യൂസ്ഡ് കാർ അല്ലേ? വാഹന പ്രേമികളുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ പെടുന്ന ഹോണ്ട ജാസിലെ നല്ലൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പില് എസ് എന്നുള്ള വേരിയന്റിലുള്ള ഡീസൽ വെഹിക്കിളാണ്. ഡീസലാണല്ലേ? ഡീസൽ മാനുവല്. മൈലേജ് കൊടുക്കുന്നു. നല്ല മൈലേജ്, നല്ല ലുക്ക്, പെർഫോമൻസ്, കംഫർട്ട് എല്ലാം സേഫ്റ്റി എല്ലാം ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് പ്രോപ്പർ അല്ലേ? പ്രോപ്പർ സർവീസ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഫാൻസി നമ്പർ കൂടി, ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. കംപ്ലൈന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല. നമ്മള് ഇപ്പൊ കുറച്ച് സസ്പെൻഷന്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നത് ചെയ്ത് കഴിഞ്ഞു. മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞു. നമ്മൾ കസ്റ്റമറിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പോളിഷ് കൂടി ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണത് അല്ലേ? ഇനി എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഡീസൽ ഓടിക്കുക അത്രേ വേണ്ടല്ലോ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,65,000. 4,65,000. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. വാഹന മേഖലയിൽ ഒരു തരംഗം സൃഷ്ടിച്ച വാഹനമാണ് ഹ്യുണ്ടായിയുടെ ക്രെറ്റ അല്ലെ? ഹ്യുണ്ടായി കമ്പനി ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനമാണ് ക്രെറ്റയാണ്. നല്ലൊരു വാഹനം, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 മോഡല് ഹ്യുണ്ടായി ക്രെറ്റ SX ഓപ്ഷണലാണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ്, അലോയിലും കാര്യങ്ങളൊക്കെ വരുന്ന ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് വെന്റിലേഷൻ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള്, വയർലെസ് ചാർജർ വരുന്നുണ്ട്, ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു ബൈക്ക്. ഫുള്ളി ലോഡഡ് ഒരു പ്രീമിയം മാത്രമല്ല, ഇതിന്റെ വേറൊരു പ്രത്യേകത 1.6 പെട്രോൾ എഞ്ചിനാണ്. 1.6 ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു എഞ്ചിനാണ് അത്. പവർ ഞങ്ങളൊക്കെ നോക്കുന്ന ഒരു യുവാക്കളുടെ ഇടയിൽ തരംഗം തന്നെ ആയിരുന്നു ഒരു വാഹനം. 1.6 പെട്രോൾ എഞ്ചിൻ. രണ്ടാമത്തെ, അതായത് 2018-നും 20-നും ഇടയിൽ വന്നിട്ടുള്ള ഈ ഷേപ്പാണ്. ആ സമയത്ത് വന്നിട്ടുള്ള ചേഞ്ച് ആണ് ഈ ഒരു പേസിൽ അല്ലേ? അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വെറും 8,95,000 രൂപ. സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു വാഹനമാണ് ഹോണ്ട സിറ്റിയിലെ. നല്ലൊരു വാഹനം സ്റ്റോക്ക് മെയ് മാസം കയറിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2015 മോഡല് സിറ്റി SV ആണ്. അതായത് വീടെ തൊട്ട് താഴെ വരുന്നൊരു വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ് ആണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അലോയ് വീല് മാത്രമേ കുറവുള്ളൂ. ബാക്കി ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും, ABS, എയർബാഗും, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പില് 85,000 കിലോമീറ്റർ ഫുൾ കമ്പനി മെയിൻറ്റൈൻ ആയിട്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,85,000. 485 ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് SUV സെഗ്മെന്റ് വാഹനങ്ങളാണ്. കുറച്ച് വലിയ വാഹനങ്ങളാണ് ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടമല്ലേ? അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള എല്ലാം, ഏത് റോഡ് കൂടി നമുക്ക് പോവാം. നല്ല കംഫർട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് SUV കാറ്റഗറിയിൽ കിയയുടെ സോണറ്റ് കയറിയിട്ടുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2022 മോഡൽ സോണറ്റ് HTX, അതായത് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഡീസൽ മാനുവലാണ്. നല്ല മൈലേജ് 22+ മൈലേജ് കിട്ടും. അപ്പോൾ വലിയ വാഹനമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഉണ്ട്. നിങ്ങൾക്ക് അതുപോലെ വാഹനം നോക്കുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ഉള്ളത് ഇത് തന്നെയാണല്ലോ. അതുപോലെ തന്നെ 2027 വരെ കിയയുടെ വാറണ്ടി അവൈലബിൾ ആണ്. കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ട്. പുതിയതുപോലെ തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമാരി എടുക്കാം അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 9,95. 9,95,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും പുതിയന് എത്ര വരുന്നു? ഏകദേശം പുതിയന് എത്ര ഉണ്ടാവും? പുതിയത് 13,80,000 രൂപ വരുന്നു. ഏകദേശം 14 ലക്ഷത്തിന് അടുത്ത് ഈ ഒരു വാഹനത്തിന് പുതിയ വില വരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട്. എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ഏറ്റവും ബെസ്റ്റ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. മാരുതി കമ്പനിയിൽ പ്രീമിയം കാറ്റഗറിയിൽ ഏറ്റവും ഡിമാൻഡുള്ള വാഹനമാണ് ഗ്രാൻഡ് വിത്താര അല്ലേ? നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പുതിയത് എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പുതിയതിലോട്ട് പോയാൽ മതി. കാരണം നല്ല രീതിയിൽ മാറ്റം ഈ ഒരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് പ്രൈസിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2023 മോഡല് ഗ്രാൻഡ് വിറ്റാര സീറ്റ ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത്, ആൽഫയുടെ തൊട്ട് താഴെ സീറ്റ വേരിയന്റ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് കൂടിയാണല്ലേ? സീറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ ക്രൂയിസ് കൺട്രോൾ, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, ബാക്കി എല്ലാ ഒരുവിധമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുള്ള ഒരുവിധം എല്ലാതും വരുന്നുണ്ട്. അതുപോലെ സൺറൂഫ് മാത്രമേ അതിൽ ഇല്ലാത്തുള്ളൂ. ആൽഫയിൽ സൺറൂഫ് ഉണ്ടാവും, ബാക്കി എല്ലാം നമുക്ക് സീറ്റിൽ വരുന്നുണ്ട് അല്ലേ? സ്മാർട്ട് ഇവരുടെ ആയതുകൊണ്ട് തരക്കേടില്ലാത്തൊരു മൈലേജ്. നമ്മൾ ഈ വണ്ടി ഓടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് 17.7 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോളിൽ ഇത്രയും മൈലേജ് ഇത്രയും വലിയൊരു വാഹനത്തിന് കിട്ടുന്നത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് 2028 വരെ മാരുതിയുടെ വാറണ്ടി അവൈലബിൾ ആണ്. ഇത് 37,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് വാറണ്ടി സർവീസ് ഡ്യൂ ആയ സമയമായതുകൊണ്ട് നമ്മൾ അതിന്റെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 2 ടയർ പുതിയത് എടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ 28 വരെ വാറണ്ടി ഉണ്ട്. അത് കാരണം കൊണ്ട് ബാക്കി എക്സ്പെൻസ് ഒന്നും കസ്റ്റമർക്ക് വരുന്നില്ല. കമ്പനി അണ്ടർ വാറണ്ടി 28 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയത് എടുക്കുന്ന പോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഡ് വെഹിക്കിൾ ആണ്. ചോദിക്കുന്ന പ്രൈസ് ആണ് ഇത് 14,75,000 രൂപ. 14,75. ഇപ്പൊ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ഈ ഒരു വാഹനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ മെയ് മാസം സ്റ്റോക്ക് ആണ് കാണുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2015 മോഡൽ ക്രെറ്റ SX ആണ്. SX ഡീസൽ മാനുവൽ ആണല്ലേ. കിലോമീറ്റർ 1,26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമ്മള് പർച്ചേസ് ചെയ്തതല്ല, ഒരു വേറൊരു സെൽട്ടോസിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്തതാണ്. എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണല്ലേ. ഓക്കെ. അത് ഇതില് ബോണറ്റും ഗ്ലാസും റീപ്ലേസ്ഡ് ആണ്. ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഏപ്രോണോ കാര്യങ്ങളോ സ്ട്രക്ചറൽ ഡാമേജോ ഒന്നും സംഭവിച്ചിട്ടില്ല. മേജർ ആക്സിഡന്റ് അല്ല. ഗ്ലാസും ബോണറ്റും മാത്രം റീപ്ലേസ്. കമ്പനിയിൽ മാറേണ്ട ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. ഒന്നും ഹൈഡ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോ ഇത് ഇങ്ങനെ പോലെയാണെന്ന് പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ടാണ് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇതില് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ചെറിയൊരു നോയ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അത് കൊണ്ടുപോയി ചെക്ക് ചെയ്തു. അപ്പൊ ടൈമിംഗ് ബെൽറ്റ്, ടെൻഷനർ, അതിന്റെ സാധനങ്ങളെല്ലാം മാറി. സസ്പെൻഷന്റെ വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോ AC യുടെ കൂളിംഗ് കുറവാണ് നോക്കുമ്പോ കംപ്രസർ പോയി കിടക്കായിരുന്നു. അപ്പൊ പുതിയ കംപ്രസർ, AC കംപ്രസർ പുതിയത് വെച്ചിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ AC കംപ്രസർ ആണ് വെച്ചത്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,95,000 ഫൈനൽ പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഹോണ്ട കമ്പനിയിൽ പ്രീമിയം കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റിയിലെ. നല്ലൊരു വാഹനം, ഒരു ഫേസ് ചേഞ്ച് വരുന്ന ഒരു വാഹനം. ഇത് 5th ജനിൽ വരുന്ന ഹോണ്ട സിറ്റി ആണ്. ഓക്കെ. V ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ മാത്രമേ ഓടും. മോഡൽ എത്രയാണ്? മോഡൽ 2020 മോഡൽ. 2020 മോഡൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സീറോ ക്ലെയിം ആണല്ലേ. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൽ ചെറിയ 1-2 സ്ക്രാച്ചസ് ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് വണ്ടി പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വേണ്ടവർക്ക് ഈ ഷോറൂമിലേക്ക് വരാൻ വന്ന് വീണ്ടും എടുത്തു പറയുന്നതിന് മറ്റൊരു കാരണം. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 8,65,000. 8,65. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മളിപ്പോ സിറ്റിയിൽ അതുപോലെ തന്നെ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക് തന്നെയാണല്ലേ. അപ്പൊ നല്ലൊരു ഹാച്ച് ബാക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ്. ഫാമിലി ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ തിരയുന്നതാണല്ലേ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ്. നല്ല ഡിമാൻഡ് കളർ. അതിന് ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2020 മോഡല് ഗ്രാൻഡ് ആയിട്ട് നിയോസ് സ്പോർട്സ് എന്ന വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 53,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ല. ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന ബൈക്കുകളാണ്. സ്പോർട്സ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. പുറകിൽ AC വെന്റ് വരുന്നുണ്ട്. അതുപോലെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,25,000 രൂപ. 5,25. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ തിരയുന്നത് മാരുതിയുടെ ഡീസൽ വാനാണ്. അതിന്റെ കാരണം കമ്പനി ഡീസൽ വാഹനങ്ങൾ നിർത്തി. അപ്പൊ ഡിമാൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും ചെയ്തു. അതിൽ ഏറ്റവും ഡിമാൻഡ് ശരിക്കും ബ്രസക്ക് തന്നെയാണ്. ബ്രസക്ക്. അതിലും ഒരു വ്യത്യസ്തമായിട്ട് കളറിൽ ഒരു പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2018 മോഡല് ബ്രസ ZDI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എന്തൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്നത്? ക്രൂയിസ് കൺട്രോൾ, ടച്ച് സ്ക്രീന്, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല അടിപൊളി അലോയ് വീൽ ഉണ്ട്. പിന്നെ ഡുവൽ ടോൺ ആണ്. കമ്പനി ഡുവൽ ടോൺ ആണ്. അത് റയർ കളർ അല്ലെ. ഏത് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ഓട്ടം കിട്ടുന്ന ഒരു കളർ കൂടിയാണ്. അപ്പോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. എത്ര കിലോമീറ്റർ ഓടി? ഇത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. കമ്പനി സർവീസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ശരിക്കും ZDIയുടെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 7,65,000 രൂപയ്ക്ക് ZDIയുടെ വിലക്ക് ZDI പ്ലസ് നമുക്ക് കൊടുക്കാം. ഏറ്റവും ടോപ്പ് എൻഡ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ ZDIക്ക് ഈ വില വരുന്നുണ്ട്. ഡീസലിന് കിട്ടാനില്ല. ഒന്നാമത് വണ്ടി ഈ ഒരു വാഹനം കിട്ടുകയാണെങ്കിൽ തന്നെ ഈ പ്രൈസിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അത് 7 സീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് മാരുതി എർട്ടിഗ നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ മെയ് മാസം അല്ലേ. ഇതിന് ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 മോഡല് ZXi പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 29,500 ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ എർട്ടിഗയാണ് സ്റ്റോക്ക് ഉള്ളത്. ഇത്രയും കിലോമീറ്റർ കുറവില്ല കിട്ടുന്ന എടുക്കുന്ന കസ്റ്റമറിന്റെ ലെക്കാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് നിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. 6,65,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് ആക്ച്വലി ഇതൊരു കസ്റ്റമർ വെഹിക്കിളാണ്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പാർക്ക് ആൻഡ് സെയിൽ ആണല്ലേ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വാഹനം മെയ് മാസം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ താല്പര്യം വേഗം കോൺടാക്ട് ചെയ്ത നമ്പർ ഞങ്ങളൊക്കെ സ്ക്രീനിലുണ്ട്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഓട്ടോ ലെഗസി.